അച്ഛാ നാളെ നിങ്ങൾ എപ്പോഴാ എത്തുക? രാവിലെ ഒരു 9:30 ആവുമ്പോ ഇറങ്ങാനാ നിന്റെ അമ്മയുടെ പ്ലാൻ. എന്താ അതുപോലെ? ആ മതി മതി. അതെ പിന്നെ ലേറ്റ് ആവരെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞാ മതി കേട്ടോ. നാളെ വൈകാൻ സാധ്യതയില്ല. നാളത്തെ ചടങ്ങിന്റെ കാര്യം ഓർത്ത് അവൾ ഇപ്പോഴേ വലിയ സന്തോഷത്തിലാ. അതെന്താ അമ്മയ്ക്ക് മാത്രമേ സന്തോഷമുള്ളൂ, അച്ഛനല്ലേ? സന്തോഷമില്ലാത്തതല്ല മോളെ, പക്ഷേ ഇതാദ്യം നടക്കേണ്ടിയിരുന്നത് നിന്റെ കാര്യത്തിലല്ലേന്ന് ഓർക്കുമ്പോ നീയും ഗിരി എന്തുകൊണ്ടാ ജീവിതത്തെ ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം ഇല്ലാത്തത് നിനക്കാണോ അതോ ഗിരിക്കാണോ? അച്ഛാ ഇതൊക്കെ എന്തിനാ നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നേ? നാളെ നടക്കാൻ പോകുന്ന ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യല്ലേ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നോർത്ത് അച്ഛൻ സങ്കടപ്പെടല്ലേ. ആവശ്യമില്ലാത്ത കാര്യമല്ല സുമി അച്ഛൻ പറഞ്ഞത്. എന്റെ 2 മക്കളും എനിക്ക് ഒരുപോലെയാ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എന്റെ 2 മക്കൾക്കും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ മോളെ തെറ്റ്? എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അച്ഛാ. അച്ഛനമ്മമാർക്ക് കിട്ടാതെ പോയ ചില സൗഭാഗ്യങ്ങള് മക്കൾക്ക് കിട്ടുമ്പോ അവർ സന്തോഷിക്കാറില്ലേ? അതുപോലെ എനിക്ക് കിട്ടാതെ പോയ സൗഭാഗ്യമാണെങ്കിലും എന്റെ അനിയത്തിക്ക് അത് കിട്ടുമ്പോ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അച്ഛാ, സത്യം. അപ്പൊ ശരി, നാളെ കാണാം അച്ഛാ. ശരി മോളെ. ചേച്ചി എന്തായി? ഗിരിയേട്ടൻ എന്താ പറഞ്ഞേ? എന്ത് കാര്യം നന്ദു? അത് ശരി, ചേച്ചി അപ്പൊ അത് മറന്നോ? അമ്മ പറഞ്ഞ കാര്യം ചേച്ചി ഗിരിയേട്ടനോട് സംസാരിച്ചോ എന്നാ ഞാൻ ചോദിച്ചേ. പറ ചേച്ചി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നിതീഷേട്ടന്റെ ജോലി തിരിച്ചു കൊടുക്കുന്ന കാര്യം എന്തായി? അത് പിന്നെ ഞാൻ നന്ദു, ഗിരിയേട്ടന്റെ കമ്പനി കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല. ഗിരിക്കത് ഇഷ്ടമല്ല. നിതീഷേട്ടന്റെ അമ്മ പറഞ്ഞത് എത്ര ശരിയാ. ചേച്ചി ഈ വിഷയം ഗിരിയേട്ടനോട് സംസാരിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അത് ചേച്ചിക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടൊന്നുമല്ല. ഞാനോ നിധിയേട്ടനോ നന്നാവുന്നത് ചേച്ചിക്ക് കാണാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാ. നന്ദു എന്തായാലും ഗിരിയേട്ടന് പറ്റിയ ഭാര്യ തന്നെയാ സുമേച്ചി. സർവ്വവും അടങ്കൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഭർത്താവും എല്ലാം എന്റെ ഭർത്താവിന്റെ മാത്രം ഉള്ളതാന്ന് വിചാരിക്കുന്ന ഒരു ഭാര്യയും. നന്ദു മതി, ഈ കാര്യങ്ങളൊന്നും അറിയാതെ സംസാരിക്കുന്നത്. എന്ന് ആര് പറഞ്ഞു? ശരിയാ, ഇത്രയും നാളും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ എല്ലാം നന്നായി അറിഞ്ഞു മനസ്സിലാക്കിയും വരിക ചേച്ചി. ചേച്ചിക്ക് അസൂയ എന്നോട്. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്ന് കരുതി തന്നെ ചേച്ചിക്ക് അത്ര പിടിച്ചിട്ടില്ല. നന്ദു, ഇങ്ങനൊരു ചേച്ചി ഉള്ളതിനേക്കാൾ ഇല്ലാതിരിക്കുന്നതായിരുന്നു ഭേദം. വരണം വരണം. ഞങ്ങള് ലേറ്റായില്ലല്ലോ അല്ലേ? ഏയ് ഒട്ടുമില്ല. രാഹുകാലം കഴിഞ്ഞ അപ്പ തുടങ്ങാൻ ചടങ്ങ്. അളിയനിന്ന് ലീവ് എടുത്തോ? ഞാനിന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു. ഒരുക്കങ്ങളൊക്കെ എവിടം വരെയാ ചേച്ചി? ഇനിയിപ്പോ നന്ദുവിനെ പിടിച്ച് ആ പായയിലിരുത്തിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം കഴിഞ്ഞതാ. അല്ല, ഗിരിയെ കണ്ടില്ലല്ലോ. അതച്ഛാ ഓഫീസിലെന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് കുറച്ച് നേരത്തെ പോയി. ഇനി എന്തിനാ വൈകുന്നത്? ചടങ്ങുകൾ ആരംഭിക്കാം. മനം മനം തൊഴും മധുര വേളയിത വരാവാ, സുഖം തരും സ്മിതം പതിയെ നാമണിയും ദിനമായി. ആരോഗ്യവും ഐശ്വര്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ എന്റെ മോൾക്ക് സാധിക്കട്ടെ. മൊഴിയാൻ മറന്ന പാസ്വരം ശ്രുതി ചേർന്നു കാതിലീനമായി പുതിയ ഋതുവായി മനം മനം തൊടും മധുര വേളയിത വരാ
സുഖം തരും സ്മിതം പതിയെ നാമണിയും ദിനമായി. ഇതെന്താ വളയൊക്കെ ഇടുന്നേ? 3-ാം മാസത്തിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട് പോലും. അമ്മയമ്മ മരുമോൾക്ക് സ്വർണവള കൊടുക്കണോന്ന്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അമ്മ അവളെ മൊത്തത്തിൽ തലയിലെടുത്തോണ്ട് നടക്കുകയല്ലേ. ഇനിയിപ്പോ സ്വർണവളയല്ല, ഈ കുടുംബം വരെ ചോദിച്ചാലും അവക്ക് എഴുതി കൊടുക്കുന്ന അവസ്ഥയാ. ഇനി ഒരു മംഗളകാര്യമല്ലേ അത്, അമ്മ തന്നെ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? സുമിതിക്ക് ആരതി ഒഴിയേണ്ടത് നീ തന്നെയാ. ഈ വീട്ടിന്റെ ദോഷങ്ങൾ മാറ്റാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് നിനക്ക് മാത്രം. വേണ്ട അച്ഛമ്മ, അച്ഛമ്മ തന്നെ ചെയ്താൽ മതി. ഇന്ന് ഇവിടെ തന്നെ ഇരിക്കാനാണോ പ്ലാൻ? പിന്നെ വീട്ടിൽ അത്രയും വലിയൊരു ചടങ്ങ് നടക്കുമ്പോ നീ ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ ഗിരി? ഒരു പ്രധാനപ്പെട്ട ചടങ്ങല്ലല്ലോ അവിടെ നടക്കുന്നേ. അതിന് സുമിയെ ഓർത്തെങ്കിലും അവരുടെ വീട്ടുകാരെ ഓർത്തെങ്കിലും നീ ആ ചടങ്ങിൽ പങ്കെടുക്കണം ഗിരി. സുമിതയും വീട്ടുകാരെ ഓർത്ത് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ആകാശേ, അത് മതി. ഇടാ, അത് മാത്രമല്ല, ആളുകളൊന്നും പഴയതുപോലെയല്ല, ഒരുപാട് മാറിപ്പോയി. എന്ത് മാറ്റം? ആരെ കുറിച്ച് നീ പറയുന്നേ? ഇട, നന്ദിത നിതീഷിന്റെ ഭാര്യയായി വന്നതോടെ അവളുടെ അമ്മ നിലത്തൊന്നും അല്ല ഇപ്പൊ നിൽക്കുന്നേ. സുമിതയല്ലേ ആ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് നിന്റെ വീട്ടിലേക്ക് വന്നേ? അന്നൊന്നുമില്ലാത്ത എന്ത് മാറ്റമാണ് അവരുടെ അമ്മയ്ക്ക് ഇപ്പൊ ഉണ്ടായത്? ഇട, സുമിതയും നന്ദിതയും തമ്മിൽ നീ അങ്ങനെ താരതമ്യം ചെയ്യണ്ട. രണ്ടുപേരും തമ്മിലേ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്തായാലും നീ അതൊന്നും മനസ്സിലേക്ക് ഏറ്റെടുത്ത് വഷളാക്കണ്ട. ഓരോ പുതിയ സാഹചര്യങ്ങൾ വരുമ്പോ മനുഷ്യർ മാറിപ്പോവും, അതൊക്കെ സ്വാഭാവികല്ലേ. അതിന്റെ പേരിൽ നീ ഫംഗ്ഷന് പോവാതിരിക്കണ്ട. ചെല്ല്. ഇടാ, സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാവർക്കും മാറ്റം വരണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ മാറ്റങ്ങളൊക്കെ നല്ലതിനാവണം, അല്ലാതെ അത് ബാക്കിയുള്ളവരെ അപമാനിക്കാനാവരുത്. സുമിയുടെ വീട്ടുകാർ എപ്പോഴാണ് നിന്നെ അപമാനിച്ചേ? അത്തരം സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് ആകാശേ. ആ പോട്ടെ. എന്നിട്ടെന്താ അപ്പോഴൊന്നും സുമിത പ്രതികരിക്കായിരുന്നത്? പാവല്ലേ, അവളെന്ത് പഠിച്ചോന്നേ. എല്ലാത്തിലും അവരെല്ലാം കൂടി അവളെ കരുവാക്കുകയല്ലേ ചെയ്തത്. എന്നെ ആവശ്യമില്ലാത്തവരടുത്ത് ചെന്ന് വെറുതെ അപമാനം ഏറ്റുവാങ്ങാൻ ഞാനിപ്പോ തയ്യാറാവുന്നില്ല ആകാശേ. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്, സുമിതയെ ഓർത്തും കൂടിയാ. ഞാൻ നേരിടേണ്ടി വരുന്ന ഓരോ അപമാനവും എന്നേക്കാൾ വേദനിപ്പിക്കുന്നത് സുമിതയാ. അവളതൊന്നും എന്നോട് പറയുന്നില്ലെന്ന് മാത്രം. ആ, പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പൊ നേരമില്ല. നീ വന്നേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താടാ?
എടാ, നമ്മുടെ SS ഗ്രൂപ്പ് ബിൽഡേഴ്സിൽ ഒരു MD-യുടെ പോസ്റ്റ് ഒഴിവില്ലേ? ഏത്? നമ്മുടെ നിതീഷിനെ ടെർമിനേറ്റ് ചെയ്ത പോസ്റ്റോ? അതെ. ആരുടേതായാലും ആ ചെയർ ഒഴിഞ്ഞു കിടക്കുമല്ലേ. അവിടേക്ക് പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ആഹാ, ആരാ ഗിരി? വാ, പരിചയപ്പെടുത്തി തരാം. ഊണ് കഴിഞ്ഞേ ഒരു പാൽപായസം കുടിക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. ഗുലാബ് ജാമോ രസമലായിയോ ആയിരുന്നെങ്കി ഒന്നുകൂടെ പൊളിച്ചേനെ. ഏയ്, ഒന്നുകിൽ പാൽപ്പായസം അല്ലെങ്കിൽ അടപ്രഥമൻ. വേറൊന്നും അതിന്റെ 7 അയലത്ത് വരില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ശ്രീക്കിന്ന് പോണോ? ആ, ശ്രീ ഹാഫ് ഡേ ഓഫ് എടുത്ത് വന്നതാ അമ്മേ. സനു, ശരി എന്നാ. നന്ദു, പോട്ടെ. ബൈ ഏട്ടാ. ചേച്ചി. എന്നാലും ഗിരിയില്ലാതെ പോയത് വലിയ കഷ്ടമായിപ്പോയി. അല്ല, ഓഫീസും തിരക്കും ഒക്കെ ഉണ്ടായിട്ടും ഒന്ന് വന്ന് തല കാണിച്ചിട്ട് പോകാൻ ശ്രീകുട്ടൻ തയ്യാറായി. ആ മര്യാദ പോലും ഗിരി കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പോ എന്തെങ്കിലും തെക്കുണ്ടാവും ഇന്നലെ. എന്ത് തിരക്ക് ചന്ദ്രേട്ടാ. ശ്രീ ഒന്നുമില്ലെങ്കിലും വേറൊരാളുടെ കീഴിലല്ലേ ജോലി ചെയ്യുന്നത്. അവിടുന്ന് അനുവാദം വാങ്ങിയല്ലേ അവൻ വന്നത്. ഗിരി അങ്ങനെയല്ലല്ലോ. സ്വന്തം കമ്പനി, സ്വന്തം സൗകര്യം. ഒന്ന് വന്നിട്ട് പോവാൻ ആരുടെയും അനുവാദം വേണോ? കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഗിരിയെയും നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ ഇന്നലെ. അവന്റെ മാനസികാവസ്ഥയും കൂടി നമ്മളൊന്ന് കണക്കിലെടുക്കണ്ടേ? ആദ്യം ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കേണ്ടിയിരുന്നത് സത്യത്തില് സുമിയുടെയും ഗിരിയുടെയും ജീവിതത്തിലായിരുന്നല്ലോ. ഒരുപക്ഷെ അത് ഓർത്തിട്ട് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാവും. പാവം. അതൊക്കെ അങ്ങനെ വിചാരിക്കാനുണ്ടോ സുമിതേടത്തി? ഗിരിയേട്ടനും ഏട്ടത്തിക്കും ട്രീറ്റ്മെന്റ് വല്ലതും നോക്കിക്കൂടെ? അപ്പൊ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമല്ലോ. നീ എന്താ നവ്വി പറയുന്നേ? എന്ത് ട്രീറ്റ്മെന്റ് ആയാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഏജ് ലിമിറ്റ് ഒക്കെ ഇല്ലേ? സത്യം പറഞ്ഞ ഗിരിയുടെയും സുമിയുടെയും കാര്യം ഓർക്കുമ്പോ എനിക്ക് വലിയ സങ്കടമുണ്ട്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. കല്യാണം കഴിച്ചപ്പോഴേ രണ്ടുപേരുടെയും പ്രായം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ ആരും അത് ഗൗരവത്തിലെടുത്തുമില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ? അതിനിപ്പോ എന്താ പ്രശ്നം? ഒയ്യാരത്ത് കുടുംബത്തിന്റെ അടുത്ത തലമുറയായി അരിയിട്ട് വാഴിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞു വരാൻ പോവല്ലേ? അതുപോരെ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇരിക്കെ. ഇനി ഇതാണ് നമ്മുടെ SS ബിൽഡേഴ്സിന്റെ പുതിയ MD, മിസ്റ്റർ അഭിലാഷ് നായർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസുമായിട്ടാണ് അഭിലാഷ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത്. SS ബിൽഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ SS ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതിന്റെ തലപ്പത്തേക്കാണ് അഭിലാഷിനെ ഞാൻ നിയമിക്കുന്നത്. അറിയാം സർ. നമ്മുടെ കമ്പനിക്ക് വേണ്ടി എന്റെ മാക്സിമം ഇൻപുട്ട് എന്നും ഉണ്ടാവും. ഇത് മിസ്റ്റർ അരവിന്ദ്, സീനിയർ മാനേജറാണ്. അഭിലാഷ് സാറിന് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഇതിനു മുമ്പ് പഴയ MD ഇരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ കീഴിൽ ഈ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഞാൻ തന്നെയാണ്.
ഇനി പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താം. ഇതാണ് ആകാശ്, നമ്മുടെ കമ്പനിയുടെ എല്ലാം. കൺഗ്രാചുലേഷൻസ് അഭിലാഷ്. താങ്ക് യു സർ. മുമ്പ് അഭിലാഷിന്റെ കസേരയിൽ ഇരുന്ന MD ഈ ഓഫീസിനെ താറുമാറാക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. അതെല്ലാം നേരെയാക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പൊ അഭിലാഷിനാണ്. ഉറപ്പായും സർ, ഞാൻ എന്നാലാവുന്നതും പരിശ്രമിക്കും. അഭിലാഷ് പുതിയതല്ലേ, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. യെസ് സർ. അപ്പൊ ക്യാരി ഓൺ. ശരി സർ. അരവിന്ദ് ഇരിക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിച്ചെടുക്കാനുണ്ട്. യെസ് ഷുവർ. മോളെ സുമി, അച്ഛാ അച്ഛന്റെ മുമ്പിലെങ്കിലും നിനക്ക് അഭിനയിക്കാതിരുന്നൂടെ മോളെ? നിന്റെ സങ്കടം അച്ഛനറിയാം. ആളുകൾ പലവിധമാണ് സുമി, അവര് പലതും പറഞ്ഞെന്ന് വരും. ഈ പറയുന്നവർക്കുള്ള മറുപടി വാക്കുകൾ കൊണ്ടല്ല കൊടുക്കേണ്ടത്, നിന്റെയും ഗിരിയുടെയും ജീവിതം കൊണ്ടാ. ഇനിയും വൈകിട്ടില്ല മോളെ. ആരും പറയുന്നതിന് ചെവി കൊടുത്ത് നീ സങ്കടപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഒരു ഡോക്ടറെ കാണുന്നതിലോ അഭിപ്രായം തേടുന്നതിലോ ഒരു തെറ്റുമില്ല. ട്രീറ്റ്മെന്റ് എടുക്കണം എന്നാണെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. ഒരു കുഞ്ഞില്ലെങ്കിൽ കുടുംബം പൂർണ്ണമാവില്ല മോളെ. ഇന്നല്ലെങ്കിൽ ഒരു കാലത്ത് തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോ നീയും ഗിരിയും ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല അച്ഛാ. പക്ഷെ ഞാനും ഗിരിയും തമ്മില്. ഗിരിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാണ് മോളെ. ഞാൻ പറയാച്ച. ആ അച്ഛനും മോളും കൂടി ഇവിടെ വന്ന് നിൽക്കാണോ? വീട്ടിൽ പോണ്ടേ ചന്ദ്രേട്ടാ? നേരെ ഒത്തിരിയായി. വാ നമുക്കിറങ്ങാം. ശരി എന്നാ ഞങ്ങൾ ഇറങ്ങുക സുമി. ഒഴിവ് കിട്ടുമ്പോഴേ നീ വീട്ടിലേക്ക് വാ. വരാമേ. അച്ഛൻ പറഞ്ഞത് മോള് സീരിയസ് ആയിട്ട് എടുക്കണം. ആ പയ്യനെ എവിടെയോ കണ്ടു മറന്നതുപോലെ. ആരാ ഗിരി അത്? എടാ, വേറെ ആരുമല്ല, നമ്മുടെ പ്രതീക്ഷയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണവൻ. ഓ അത് ശരി. അതേതായാലും കലക്കി. അതാ ഞാൻ ഓർത്തെ അവൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടെന്ന്. ഇടാ, മാനേജ്മെന്റ് പഠനമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം 1-2 കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അഭിലാഷ്. ഇനിയിപ്പോ അവൻ നമ്മുടെ ടീമിലിരിക്കട്ടെ. ഓ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത ഒരുപാട് പേരെ ഞാൻ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയതല്ലേ. കാലം നമുക്കൊരു തിരിച്ചറിവ് തരുമ്പോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്കും വരണമല്ലോ, വേണ്ടേ? വേണം. വളരെ ശരിയാ നീ ഇപ്പൊ പറഞ്ഞത്. നിന്റെ കേസിൽ ആ മാറ്റം വരാനേ 10-40 വർഷം എടുത്തതിൽ എനിക്ക് അത്ഭുതമുള്ളൂ. പക്ഷേ ഇത്രയും ക്രൂഷ്യലായ ഒരു പോസ്റ്റ് കുടുംബത്തിന് പുറത്തുള്ള ആൾ കൈകാര്യം ചെയ്യുമ്പോ, പ്രത്യേകിച്ച് നിതീഷ് ഇരുന്ന കസേര, അത് വീട്ടിൽ മുറുമുറുപ്പാവില്ലേ ഗിരി? എടാ, രക്തബന്ധം അല്ലെങ്കിലും പ്രതീക്ഷ എന്റെ പെങ്ങളാണ്. അവളുടെ ഭർത്താവിനെ സംരക്ഷിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ നിലയ്ക്ക് എനിക്കുണ്ടല്ലോ. അത് നിന്റെ കാഴ്ചപ്പാടല്ലടാ, മറ്റുള്ളവർക്ക് അതൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. എടാ, ഈ മറ്റുള്ളവരെന്ന് നീ ഉദ്ദേശിക്കുന്നത് നിതീഷിനെയും അവന്റെ അമ്മയും തന്നെയല്ലേ? ബാക്കിയുള്ള ഒരാൾക്കും എന്റെ ഈ തീരുമാനത്തിൽ ഒരെതിർപ്പും തോന്നാൻ വഴിയില്ല. രക്തബന്ധമുള്ള ആളുകളെ കൊണ്ട് എനിക്കെന്നും ബുദ്ധിമുട്ടുകളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് സ്വന്തവും ബന്ധവും ഒന്നും ഞാൻ ഇനി നോക്കുന്നില്ല. നമ്മളെ അർഹിക്കുന്നവർക്ക്, നമ്മുടെ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ഇത്രയും നാളും അർഹതയില്ലാത്തവരുടെ മേൽ ഞാൻ വാരിക്കോരി ചൊരിഞ്ഞതൊക്കെ ഓർത്ത് ഞാനിപ്പോ സ്വയം കുറ്റപ്പെടുത്തുക. നന്നായി ഗിരി. ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങളെ പറ്റിയൊരു ധാരണ ഉണ്ടായല്ലോ. ആ തിരിച്ചറിവുകളെ ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിലും ഒരുപാട് സഹായം ചെയ്യും. എന്തായാലും നിതീഷ് നീ കൊടുത്തതേ ഇരുട്ടടിയായി പോയി. നന്ദിതയെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ വീണ്ടും
MD കസേരയിൽ കയറി പറ്റാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. അതേതായാലും നീ പൊളിച്ചടക്കി. ഈ വെട്ടിനിരത്തിൽ പ്രക്രിയ നീ പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു. എങ്കിൽ ഈ ഓഫീസും നിന്റെ വീടും നിന്റെയും സുമിയുടെയും ജീവിതവും എല്ലാം ഒരുപാട് നന്നായേനെ. ആ പോട്ടെ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. വീട്ടിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എടാ ഞാനിപ്പോഴും കണ്ണടച്ചിരുട്ടാക്കിയേനെ, ഒന്നും അറിയാതെ ജീവിച്ചേനെ. ഇനിയിപ്പോ നമുക്കെന്നാ ഇറങ്ങിയാലോ? എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ശരി, അങ്ങനെ ആവട്ടെ. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യത്തിലെ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് കേട്ടോ. ഇല്ല അച്ഛാ, ഞാൻ ശ്രദ്ധിച്ചോളാട്ടോ. ആ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഇടക്കൊക്കെ എല്ലാരും ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. നന്ദുവിന് അതൊരു സന്തോഷായിരിക്കും. ആയിക്കോട്ടെ. ശരി, പോട്ടെ മോളെ. നിതീഷ് മോനെ, പോയിട്ട് വരാം. ശരി. ശരി അമ്മ. ഹലോ സാറേ, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ സാറിന്റെ പോസ്റ്റിലേക്ക് പുതിയൊരു അപ്പോയിന്റ് വന്നിട്ടുണ്ട്. വാട്ട്?